സ്റ്റാർ എന്നും അന്യഭാഷ സൂപ്പർ സ്റ്റാർ എന്നും കളിയാക്കിയ മനുഷ്യർക്ക് മുന്നിൽ ഒരു 42കാരൻ തന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് സമർപ്പിച്ച് സിനിമാ ലോകത്തെ തന്റെ സ്ഥാനം ഒന്നുകൂടെ തിട്ടപ്പെടുത്തി ഇരിപ്പുറപ്പിക്കുകയാണ്. അയാളുടെ കരിയർ ബെസ്റ്റ് എന്ന ലേബലിൽ മാത്രമല്ല, ഈ നാട് കണ്ട മികപ്പെരിയ ആട്ടം എന്നുകൂടെ ആ 2.25 മണിക്കൂർ നീണ്ടുനിന്ന മഹാമന്ത്രജാലം എഴുതി ചേർക്കപ്പെടും. അക്ഷരാർത്ഥത്തിൽ നടുപ്പ് ചക്രവർത്തിയായി സിംഹാസനമേറുന്ന ദുൽഖർ സൽമാൻ എന്ന TK മഹാദേവൻ. ഒരു ഷില്ലോട്ട് ഷോട്ടിലേക്ക് സർവ്വപ്രതാപത്തോടെയും കടന്നു വന്ന ഇൻട്രോ മുതൽ നടിപ്പോ ലൈഫോ എന്ന് തിരിച്ചറിയാത്ത വിധം കാഴ്ചക്കാരെ നിശബ്ദരാക്കി നിർത്തുന്ന ലാസ്റ്റ് ഷോട്ട് വരയ്ക്കും ദുൽഖർ സമ്മാനിക്കുന്നത് പ്രോമിസിംഗ് പെർഫോമൻസിന്റെ ഒടുക്കമില്ലാത്ത മായ കാഴ്ചയാണ്. അതിർത്തികൾക്കപ്പുറം തനി ലോക്കൽ ഗരിമയിൽ ദുൽഖർ ഒരുക്കിവിടുന്ന പുത്തൻ പടപ്പാണ് കാന്ത. ഇവൻ നിജമാവിയ പെരിയ നടികനായെന്ന് ഒരിക്കൽ കൂടെ സന്ദേഹിക്കാൻ പോലും ഒരുത്തർക്കും ഇനി ഒരു പഴുതു നൽകാതെ ദുൽഖർ തന്റെ കരിയറിനെ അണിയിച്ചൊരുക്കുകയാണ്. തമിഴ് സിനിമയെ മുഴുവനായി അടക്കിവാണ് സർവ്വപ്രതാപിയായ ഒരു ഹീറോ. ഒരു യുഗം മുഴുവനും ഒരു നാട് രോമാഞ്ചമായി നെഞ്ചിലേറ്റിയ നായകൻ. മുന്നോട്ടാഞ്ഞൊരടിയിൽ കരിയായി പൊടിഞ്ഞമർന്ന കനൽ. സർവവും നഷ്ടമായി തെരുവിലേക്ക് എറിയപ്പെട്ട അയാൾ 10 മടങ്ങ് പ്രതാപിയായി മടങ്ങിയെത്തുകയാണ്. ഏത് തട്ടകത്തിലാണോ കാലിടറിയത് അതേ ഇടത്തിൽ കാൽ ഉറപ്പിച്ചു നിൽക്കാൻ, മണ്ണിൽ നിന്നും മല പോലെ പടർന്നുയരാൻ. മഹാദേവനിൽ ദുൽഖർ സ്വയം കണക്ട് ചെയ്യുന്നത് ആ വീഴ്ചയുടെയും വീണ്ടും എഴുന്നേറ്റോടുന്ന ഊർജമുള്ള ഓട്ടത്തിന്റെയും സമാനതയിലായിരിക്കണം. ആസൈക്കൊള്ളുന്നത് കുറ്റമായെന്ന കേൾവിയിൽ മഹാദേവൻ തുറന്നിടുന്നത് സ്വപ്നങ്ങളുടെ കവാടം കൂടിയാണ്. മുന്നിൽ നിൽക്കുന്ന കണ്ണാടികളിൽ സ്വയം കണ്ടെത്താനാവാതെ സ്വത്വം നഷ്ടമാകുന്ന സർവവും കയ്യെത്തും ദൂരത്തുള്ള ഒരാൾ. അയാളെ ഭാഗ്യവാനെന്ന് വിളിക്കണോ ഹതഭാഗ്യനെന്ന് വിളിക്കണോ എന്ന സംശയത്തിലാണ് കാന്ത തിയേറ്ററിൽ നിന്നും പ്രേക്ഷകരെ പുറത്തിറക്കുന്നത്. മണിരത്നം സിനിമകളിൽ കണ്ടുവന്ന കണ്ണാടി കഥകൾ സെൽവമണി കാന്തയിലേക്ക് കടത്തിവിടുമ്പോൾ അതിൽ ഓരോന്നിലും ദുൽഖർ എന്ന നായകൻ ഓരോ ഭാവം സമ്മാനിക്കുമെന്ന് ഓർത്തിരിക്കില്ല. പെരുമയിലും പ്രതാപത്തിലും എണ്ണമില്ലാത്ത അത്ര നായിക വേഷങ്ങളിലും കുരുങ്ങിപ്പോകുന്ന മഹാദേവനെ ഒരു കണ്ണാടിക്ക് മുന്നിലെ ആത്മവിശകലനങ്ങളിലേക്ക് കഥ കൊണ്ടെത്തിക്കുകയാണ്. അവിടെ സിനിമാറ്റിക് ടെക്നിക്കുകൾക്ക് അപ്പുറത്തേക്ക് അയാൾ സമ്മാനിക്കുന്ന പെർഫോമൻസിന്റെ കിക്കിൽ കാന്ത അതിന്റെ പീക്കിൽ വിരലെത്തിക്കും. ഡാൻസിലും റൊമാൻസിലും നാടകീയതയിലും മീറ്റർ തെറ്റാതെ അയാൾ പോയി വരും. ഒരു വിരൽ പോലും നടിക്കുന്നു എന്ന പഴകിയ പ്രയോഗമല്ല, നെറ്റിയിലെ ഞരമ്പുകൾ പോലും മുന്നിലിരിക്കുന്ന മനുഷ്യരിൽ പിരിമുറുക്കമുണ്ടാക്കുന്ന ഒരു ജിന്നിന്റെ വിളയാട്ടം എന്ന് വിശേഷിപ്പിക്കാം. കൊത്തരാജയുടെ പരാജയത്തിൽ നിന്നും ആ നായകൻ ഇന്ന് ഉയർന്നു വന്നു നിൽക്കുന്നത് പകരം വെക്കാൻ ആരുമില്ലാത്ത പെർഫോമറുടെ സ്ഥാനത്ത് തന്നെയാണ്. ലോക എന്ന ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് കണ്ടു മതിമറന്ന പ്രേക്ഷകരിലേക്കാണ് ഒരു ലാസ്റ്റ് ഷോട്ടിൽ ഒടിയൻ കടന്നു വന്നത്. ദാത്തെ നിറന്താളെ എന്ന ഹൈ വോൾട്ടേജ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊപ്പം ജ്വലിക്കുന്ന കണ്ണുമായി വാൾപ്പയറ്റിൽ ദുൽഖർ സമ്മാനിച്ച ഗൂസ്ബം ചെറുതല്ല. തിയേറ്ററുകൾ ഒന്നടങ്കം പ്രകമ്പനം കൊണ്ട പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. അതിന് ആ കണ്ണിൽ കൂടുതൽ ഒന്നും വേണ്ടിയിരുന്നില്ല. പിന്നീടത്തെ ചാത്തനും മൈക്കിളും ചേർന്ന ലെജൻസിന്റെ ചില്ലിംഗ് സീനിലും സ്കോർ ചെയ്തത് ഹിറ്റ്ലറിനെ പോലും തൂക്കാനൂക്കുള്ള ഒടിയൻ തന്നെ. അതാണ് ദുൽഖർ എന്ന ക്രൗഡ് പുള്ളറിന്റെ പവർ. സാക്ഷാൽ മോഹൻലാലിന്റെ എമ്പുരാന്റെ ഇരച്ചു കയറി വന്ന ട്രെയിലറിനേക്കാൾ കാഴ്ചക്കാരാണ് ഇന്നും വിമർശനങ്ങൾ ഏറെ അമ്പുപോലെ പാഞ്ഞെടുക്കുന്ന കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലറിന്. ഏറ്റവും കൂടുതൽ കാലം OTTയിലെ ടോപ്പ് 10 ലിസ്റ്റ് ഭരിച്ചാണ് ലക്കി ഭാസ്കർ എന്ന ഹിറ്റ് ചിത്രം റെക്കോർഡ് ഇടുന്നത്. അയാൾ ജിന്നാണെന്ന തേഞ്ഞു ദ്രവിച്ച വാക്കിന് ഇന്നും തിളക്കം മങ്ങാതിരിക്കുന്നതിന് കാരണവും സിനിമയിലേക്ക് അയാൾ ഒരുക്കിവിടുന്ന മാസ്മരിക നിമിഷങ്ങളാണ്.